നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ണുരുട്ടി പേടിപ്പിച്ച് ബിജെപിയിലെത്തിയ ചില നേതാക്കന്മാർ അജിത് പവാറിന്റെ പേരിൽ 1500 കോടി രൂപയുടെ അഴിമതിയുടെ പേരിൽ അന്വേഷണം നേരിടുമ്പോഴാണ് അജിത് പവാറിനോട് ബിജെപി ചോദിക്കുന്നത്, എന്ത് വേണം? ഒന്നുകിൽ ബിജെപിയിൽ ചേരാം, അല്ലെങ്കിൽ ജയിലിൽ പോകാം. അജിത് പവാർ ബിജെപിയിൽ ചേർന്നു. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയോടും ഇതേ ചോദ്യം ബിജെപി ചോദിച്ചു. ജയിലിൽ പോണോ അതോ ഞങ്ങളുടെ കൂടെ വരണോ? ഷിൻഡെ ശിവസേന പിളർത്തി ബിജെപിക്കൊപ്പം ചേർന്നു. ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. 2020 മഹാരാഷ്ട്രയിലെ പാർലമെന്റ് അംഗമായ ഭാവന ഗാവലിയെ 7 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് ഇഡി പ്രതി ചേർത്തു. 2022 ജൂലൈയിൽ ഗാവലി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന വിഭാഗത്തിൽ ചേർന്നതായി പ്രഖ്യാപിച്ചു. ഉടനെ അവരെ പാർട്ടിയുടെ ചീഫ് വിപ്പായി ലോക്സഭ പ്രഖ്യാപിച്ചു. 2021 ജൂലൈയിൽ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയിൽ ഉണ്ടായിരുന്ന പ്രതാപ് സർനായിക് കുടുംബം പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം നേരിടുകയായിരുന്നു. ജൂൺ 2022 ഏക്നാഥ് ഷിൻഡെ താക്കറെ വിഭാഗത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ബിജെപിയുമായി ചേർന്നപ്പോൾ ഏറ്റവും ആദ്യം കൂറുമാറിയ ബിജെപിയിൽ ചേർന്നത് പ്രതാപ് സർനായിക് ആയിരുന്നു. 2023 മാർച്ചിൽ മഹാരാഷ്ട്ര മുൻ ക്യാബിനറ്റ് മന്ത്രിയും എൻസിപി നേതാവുമായ ഹസൻ മുഷറഫിന്റെ വീട്ടിലും ഇഡി തിരച്ചിലുകൾ നടത്തി. അജിത് പവാർ നാഷണൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേരാൻ തീരുമാനിച്ചതോടെ മുഷറഫും കൂറുമാറി. പിന്നീട് ഇയാളുടെ ഓഫീസിലും വാസസ്ഥലങ്ങളിലും അധികം അന്വേഷണങ്ങൾ ഉണ്ടായിട്ടില്ല. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ബിഎംസി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുൻ ചെയർപേഴ്സൺ യശ്വന്ത് ജാദവിന്റെ ഭാര്യയായ എംഎൽഎ യാമിനി യാദവ് ഇഡി കേസുകൾ നേരിടുമ്പോഴാണ് യാമിനി യാദവും ഷിൻഡെ ക്യാമ്പിൽ ചേരുന്നത്. അതിനുശേഷം അവർക്കെതിരെയുള്ള കേസുകളും ശാന്തമായി. മഹാരാഷ്ട്രയിലെ മുതിർന്ന എൻസിപി നേതാവും ശക്തമായ ഒബിസി മുഖവുമുള്ള ഭുജ്ബൽ അജിത് പവാർ നയിക്കുന്ന എൻസിപിയിൽ ചേരാൻ തീരുമാനിച്ചു. 2006 100 കോടിയിലധികം രൂപയുടെ അഴിമതി ആരോപണം നേരിട്ട് ഇഡി അന്വേഷണം നേരിടുമ്പോഴാണ് ഈ സംഭവം. മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും 2 തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ചവാൻ ബിജെപിയിൽ ചേരുമ്പോഴും ചവാൻ ഒരു ദശകത്തിലധികം സമയം സിബിഐ അന്വേഷണത്തിന് ഇരയായിരുന്നു. 2017 ഇഡിയുടെ അന്വേഷണത്തെ തുടർന്ന് ബാബ സിദ്ദിഖിയുടെ വാസസ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തപ്പെട്ടു. സിദ്ദിഖി കോൺഗ്രസ് വിട്ടു. 2021 ജൂൺ മാസം തെലുങ്കുദേശം പാർട്ടി രാജ്യസഭാംഗങ്ങളായിരുന്ന രമേശും ചൌധരിയും ബിജെപിയിലേക്ക് മാറുമ്പോൾ അവരും ഇഡി സിബിഐ അന്വേഷണങ്ങൾ നേരിടുകയായിരുന്നു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലിട്ടു. അവസാനം സുപ്രീം കോടതി ഇടപെട്ട് ഇറക്കി. അദ്ദേഹത്തിന്റെ എക്സൈസ് മന്ത്രിയായിരുന്ന സഞ്ജയ് സിംഗിനെ 2 വർഷം ജയിലിട്ടു. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ 1.5 വർഷം ജയിലിട്ടു. ബിജെപി ഇത്തരം ഏർപ്പാടിലൂടെ ഡൽഹി ഭരണവും പിടിച്ചു. ഗുജറാത്ത് കലാപം കാണിക്കുന്ന എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇന്നലെ ഇഡി റെയ്ഡ്. ഇന്ന് പൃഥ്വിരാജിന് നോട്ടീസ്. ഒന്നുകിൽ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ബിജെപിയിലെത്തിക്കുക.